നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള റവ പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ റവ പുട്ട് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും കുറച്ച് സമയം കഴിഞ്ഞാൽ ഹാർഡായി പോകാറുണ്ടല്ലേ. പക്ഷേ ഈ ഒരു പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ, വൈകുന്നേരം വരെ ഇരുന്നാലും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എത്ര സമയം കഴിഞ്ഞാലും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി നമ്മൾ ചേർക്കുന്നതുകൊണ്ട് കറീൻ്റെ ആവശ്യം പോലുമില്ല. അല്ലെങ്കിൽ തന്നെ റവ പുട്ട് കഴിക്കാൻ നമുക്ക് കറീൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റവ പുട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുന്ന സമയത്ത് റവ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് 1 കപ്പ് റവയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേങ്കിൽ വറുത്തതായി കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്ന കേട്ടോ നല്ലത്. അപ്പോൾ നമ്മളിതാ 1.25 കപ്പ് റവയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഇത് നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 5-8 മിനിറ്റോളം ഞാനിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം മൂത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണലം വരും. അതുപോലെ തന്നെ ഇതിങ്ങനെ മണി പോലെ ആയി കിട്ടും ഈ ഒരു റവ. അപ്പോൾ അത്ര വരെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ അങ്ങ് നഷ്ടമാവും കേട്ടോ. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ശ്രദ്ധിച്ച് വേണം കേട്ടോ വറുത്തെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മൾ റവ ഏകദേശം ഒരു 5-8 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി അത് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഈ സമയത്ത് തന്നെയാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് കേട്ടോ റവ പുട്ടിന് വേണ്ടിയിട്ടുള്ള. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ എടുക്കണം നിർബന്ധമൊന്നുമില്ല, തേങ്ങ ഇതിലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് റവയിൽ പെട്ടെന്ന് തന്നെ ഉപ്പെല്ലാം വലിച്ചെടുക്കും, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർക്കാൻ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആ ഒരു പഞ്ചസാരയും ഉപ്പും തേങ്ങയായിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പഞ്ചസാര ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷെ നല്ല ടേസ്റ്റാണ് പുട്ട് കഴിക്കുമ്പം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിക്കിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്ന ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പശു നെയ്യാണ്. ഇപ്പോൾ റവ ഉപ്മാവ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ പശു നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ലൈറ്റ് ചൂടായിട്ടുള്ള വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റവ നമ്മൾ തണുത്തിട്ടുമില്ല, ഞാനൊന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് അങ്ങ് വാങ്ങി വെച്ചതല്ലേ, അപ്പോൾ തണുത്തിട്ടുമില്ല. ആ ചൂടോടെ വേണം കേട്ടോ നമ്മളിത് ചേർത്ത് കൊടുക്കാൻ. ഇനിയിപ്പോൾ നമ്മൾ റവ തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല ചൂടുവെള്ളം തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചൂടാവരുത്, കൈകൊണ്ട് തൊട്ടാൽ പൊള്ളാത്ത വിധത്തിലുള്ള ചൂടുവെള്ളം വേണം ഇതിലേക്ക് ചേർക്കാൻ. അതുപോലെ വെള്ളത്തിൻ്റെ അളവും കറക്റ്റ് ആയിരിക്കണം. 1 കപ്പിന് നമ്മൾ 1 കപ്പ് വെള്ളം തന്നെ എടുക്കരുത്. നേരെ പകുതിനേക്കാളും 1 ടേബിൾ സ്പൂൺ കുറയുന്ന വിധത്തിൽ വേണം കേട്ടോ വെള്ളം എടുക്കാൻ. ഞാനിവിടെ 1.25 കപ്പ് റവയല്ലേ എടുത്തത്. അപ്പോൾ ഞാൻ 1/2 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ അളവിലാണ് വെള്ളം എടുത്തത്. ഇനി റവ ഇട്ടതിന് ശേഷം നമുക്ക് സ്പൂൺ കൊണ്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം നല്ലപോലെ ഇതൊന്ന് കുടിച്ച് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നെയ്യ് ചേർക്കുമ്പോഴും അതുപോലെ തന്നെ ഈ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട്, അതായത് പ്രത്യേകിച്ച് ചെറിയൊരു ചൂടുവെള്ളം ചേർക്കുന്നതും ചൂടോടുകൂടി റവ വെള്ളത്തിൽ ചേർക്കുന്നതും ഒക്കെയാണ് കേട്ടോ ഈ ഒരു സോഫ്റ്റ്നെസ്സിന് കാരണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളെ ഈ ഒരു റവ പുട്ട് വൈകുന്നേരം വരെയും സോഫ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് ഇത് അടച്ച് വെക്കുന്നുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. സ്പൂൺ വെച്ച് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കട്ടയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ വെള്ളത്തിൻ്റെ അളവെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പുട്ട് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിങ്ങനെ പൊടിയായിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്പൂണിനെ കൊണ്ടുവന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തട്ടിപ്പൊത്തി വെക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ അങ്ങനെ ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ആ റവ വെള്ളമൊക്കെ നല്ലപോലെ കുടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തുറന്നു നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജോലിയും അതുപോലെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കേണ്ട ഇതിന് ഞാനിത് ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇതാ നമുക്ക് നോക്കുമ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ തന്നെ വെള്ളമൊക്കെ കുടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുട്ടിൻ്റെ അതേ കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. സാധാരണ അരിപ്പുട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ ഇത്. ഒരുപാട് ഡ്രൈ ആയിട്ടുമില്ല, ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഇതാ പുട്ടിനിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ അങ്ങ് ഉരുട്ടാൻ കിട്ടണം. പിന്നെ പൊടിക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ പൊടിഞ്ഞ് വേവും വേണം. അതായത് സാധാരണ നമ്മൾ അരിപ്പുട്ടിൻ്റെ അതേ ടെക്സ്ചറിൽ കിട്ടും. ഇനി നമുക്കിത് പുട്ടുണ്ടാക്കിയെടുക്കാം. ഇനി നമ്മളിത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പുട്ടിൻ്റെ ഊറ്റിയിൽ നമ്മൾ തേങ്ങ നിറച്ചിട്ട് എത്ര ലെയറായിട്ട് നിങ്ങൾക്ക് പുട്ട് വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പുട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ആവിക്ക് വെച്ച് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് നമ്മളിത് ചൂടായതിന് ശേഷം, വെള്ളം ചൂടായതിന് ശേഷം വെക്കണം. സാധാരണ പുട്ട് പോലെയല്ല, റവ പുട്ടിന് കുറച്ചധികം വേവുണ്ട്. അപ്പോൾ ഞാനിത് ആവി വന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം വറ്റിപ്പോകരുത്, അത് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മളെ പുട്ടിത ആവിയൊക്കെ വന്നിട്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് നിന്ന് വാങ്ങിക്കാം.
അപ്പോൾ പൊടിഞ്ഞൊന്നും പോകാണ്ടും ഹാർഡായി പോകാണ്ടും നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന നമ്മുടെ റവ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കടലക്കറി ആയാലോ മുട്ടക്കറി ആയാലോ എന്ത് നോൺ വെജ് കറീൻ്റെ കൂടെയും എല്ലാം വെജ് കറീൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തേങ്ങാപ്പാൽ കൂട്ടിയിട്ടും പഴവും പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ പുട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുകയും ചെയ്യും. ആർക്കും ഫ്ലോപ്പായി പോയില്ല കേട്ടോ റവ പുട്ട്. ഇനിയിപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരത്തേക്കും കൂടി വെച്ച് നോക്കിക്കോ, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വൈകുന്നേരം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.